താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഒരു പകൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം തന്ന വിലയേറിയ കൃപകളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകം ഞാൻ വചനം ശുശ്രൂഷിക്കുക എന്നതിലുപരി എന്റെ ജീവിതത്തിലെ സാക്ഷ്യം പറയുവാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. കാരണം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് മാത്രം ക്രിസ്തുവിനെ അറിഞ്ഞ ആളല്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞത്. എങ്കിലും നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കുറിവാക്യം എടുക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 8-4 അതിലൊരു ചെറിയൊരു ഭാഗം അതിങ്ങനെ പറയുന്നു: ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ശരിക്കും നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വളർന്നു കഴിഞ്ഞ് നമ്മൾ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാലും നാം എന്തായി തീർന്നാലും ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സത്യദൈവത്തെ നാം തിരിച്ചറിയുക. ഒരു മനുഷ്യന്റെ ശിഷ്ട ആയുസ്സില് സത്യദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഈ സത്യദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും കണ്ണുനീരിന്റെയും നടുവിലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം എന്റെ പിതാവിന്റെ ഭവനം മുതൽ ഞാൻ തുടങ്ങുവാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത്, എന്റെ പേര് ആലീസ് എന്നാണ്. ഞാനിപ്പോ തിരുവനന്തപുരത്ത് പട്ടത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നഴ്സ് എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. പക്ഷെ എന്റെ പൂർവ്വകാലത്തില് എന്റെ കുഞ്ഞു നാളുകളില് ഞാൻ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നുപോയി. ഞാനൊരു ഇടത്തരം കുടുംബത്തില് വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ഒരു ഫാമിലിയില് വളരെയധികം കഷ്ടതയുടെ നടുവിലാണ് ജനിക്കപ്പെടുന്നത്. എന്റെ പപ്പ വളരെ മദ്യപാനിയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും കർത്താവിനോട് അന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. മർത്തോമ്മ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ അറിയണമെന്നില്ല. ഇപ്പൊ പലപ്പോഴും ഒരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ പഠനം കഴിഞ്ഞ് പലപ്പോഴും തിരിച്ചു വരുന്ന വഴിയരികില് പപ്പ മദ്യപിച്ച് വിവസ്ത്രനായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു 13-12 വയസ്സുള്ള ഒരു പെൺകുട്ടികള്, എനിക്ക് ഒരു ചേച്ചിയാണ്. അപ്പം ഞങ്ങൾ ആ പെൺകുട്ടികൾ നടന്നു വരുന്ന വഴിയിൽ പപ്പ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേനും ഞങ്ങൾ പലരുടെയും മുമ്പിൽ ഒരു നിന്ദാപാത്രമായിട്ടുണ്ട്. ആ സമയത്ത് ഞാന് വീട്ടിലേക്ക് കടന്നു വന്ന് അമ്മയോട് പറഞ്ഞ് കരയുമായിരുന്നു. അപ്പ ഇങ്ങനെയാണ്, ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് മർത്തോമ പള്ളിയിൽ തന്നെ സൺഡേ ക്ലാസ് പഠിപ്പിച്ച സാറ് എപ്പോഴും പറയുമായിരുന്നു: മോളെ, നിന്റെ ഭൂമിയിലെ പപ്പ നിനക്കൊന്നും ചെയ്തു തരുന്നില്ല, നിനക്ക് അപമാനം വരുത്തുന്നുവെങ്കിലും നിന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ട ഒരു അപ്പൻ നിനക്കുണ്ട്, യേശു കർത്താവ്. ആ അപ്പൻ നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുമെന്ന് എപ്പോഴും പറയും. പക്ഷെ എങ്കിലും നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അപ്പോ നമുക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് ജീവിതത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. കർത്താവിന് പ്രവർത്തിക്കാൻ കർത്താവിൻ്റെതായ സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളത് ജീവിതത്തിന്റെ കഷ്ടതകളിലൂടെയാണ് ഞാനും മനസ്സിലാക്കിയത്. പിന്നെ മുന്നോട്ട് പോകുന്തോറും എനിക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം +1 സയൻസ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫിസിക്സ് ഒക്കെ ഭയങ്കര പാടാ. ട്യൂഷൻ ഉണ്ടെങ്കിലേ എല്ലാ പിള്ളേർക്കും ജയിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ അമ്മയ്ക്ക് എന്നെ ട്യൂഷന് വിടാനുള്ള വരുമാനവും കഴിവും ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ഒരിക്കലും സാഹചര്യത്തിന്റെ മുമ്പിൽ പതറി നിന്നിട്ടില്ല. ഞാൻ അപ്പോഴും പോയി എനിക്ക്, കാരണം ഭൂമിയിലെ അപ്പനല്ലേ കഴിയാത്ത, പക്ഷെ എന്റെ സ്വർഗത്തിലെ അപ്പന് കഴിയുമല്ലോ. ഞാൻ അന്നേരം പോയി പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ട്യൂഷൻ വേണോന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അതിന്റെ വഴികൾക്ക് വേണ്ടി ഞാൻ നടക്കും. ഞാൻ പള്ളിയിൽ അച്ഛനോട് പോയി പറഞ്ഞു: അച്ഛൻ, ഞാൻ പഠിക്കും, മർത്തോമ പള്ളിയിലാണ്, ഞാൻ പഠിക്കും, എനിക്ക് ട്യൂഷന് പോകണം, എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ വിടാവോ? പക്ഷെ എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഫീസില്ല. അപ്പം ഞാനിങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ ഉടനെ തന്നെ പറയും: ശരി, ട്യൂഷൻ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ഫീസ് മാത്രം അച്ഛൻ കൊടുത്താൽ മതി. അന്നേരം അവിടെ പോയി പഠിച്ച് +2 നല്ല മാർക്കോട് കൂടെ പാസ്സായി. പക്ഷെ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും BSc നഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു എന്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷെ എന്റെ സാഹചര്യം ഇപ്പോന്ന് വെച്ചാല് എന്റെ പപ്പ കുടിച്ചു കുടിച്ചൊരു നല്ലൊരു രോഗത്തിന് അടിമയായി. അതായത് ലിവർ സിറോസിസ് വന്നു. ലിവർ പൂർണ്ണമായിട്ട് നശിച്ച് പപ്പ ക്യാൻസർ ബാധിച്ച്
പാലിയേറ്റീവ് കെയറിലായി. കാരണം ഡോക്ടർമാർ വിധി എഴുതി ഇനി 6 മാസത്തിൽ കൂടുതൽ കാണത്തില്ല എന്നുള്ളത്. അങ്ങനെ വന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് ഞങ്ങളെ മുന്നോട്ട് പെൺകുട്ടികളെ വളർത്താനുള്ള കഷ്ടത. അപ്പൊ എന്റെ ഹൃദയത്തില് നഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹം എങ്ങനെ നടക്കും? കാരണം നഴ്സിംഗ് അന്ന് പഠിക്കണമെങ്കിൽ തന്നെ ഒരു 5-6 ലക്ഷം രൂപയുടെ ചെലവുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അത് നടക്കത്തില്ല. ആ ഒരു വിഷമത്തില് ഞാൻ എന്നിട്ടും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് നഴ്സിംഗ് പഠിക്കണം, പക്ഷെ എനിക്ക് വഴിയൊന്നുമില്ല, പക്ഷെ എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പപ്പയെ കാണാനല്ല വന്നത്, ഞാൻ ആലിസിനെ കാണാനാണ് വന്നത്. മോൾ എന്താ ഇനി +2 കഴിഞ്ഞിട്ട് എന്താ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് വേറെ വഴിയൊന്നുമില്ല ഞങ്ങളെ പഠിപ്പിക്കാൻ. അപ്പോ എനിക്ക് എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഡിഗ്രി എടുത്തിട്ട്, എവിടെയെങ്കിലും ഡിഗ്രി എടുത്തിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് ജോലിയും കൂടെ ചെയ്ത് കുടുംബം നമ്മൾക്ക് നോക്കി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ച് +2 പാസ്സായിട്ട് നീ ഏതെങ്കിലും കടയിൽ പോയി ജോലി ചെയ്യേണ്ടതാണോ? നീ പൈസയെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിന്നെ കാണാനാ വന്നത്, ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ നിന്നെ കറ്റാനത്തുള്ള സെന്റ് തോമസ് എന്ന് പറയുന്ന കോളേജിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. നീ എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോണോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര വിഷം എന്ന് വെച്ചാൽ, കർത്താവ് എത്രത്തോളം നമ്മളെ കരുതുന്ന ദൈവമാണ്. നമ്മള് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേല് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഉറപ്പായിട്ട്, അത് നമ്മള് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സത്യസന്ധമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നടത്തി തരുന്ന ഒരു ദൈവമാണ്. പക്ഷെ ഞാൻ അങ്ങനെയാണ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഞാൻ കറ്റാനത്ത് പോകുന്നത്. പക്ഷെ കറ്റാനത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അത്രയും പപ്പ വയ്യാതെ കിടക്കുന്നു, അമ്മയുടെ പ്രയാസങ്ങൾ എല്ലാം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവിടെ പോയപ്പോഴത്തേനും അവിടെ എൻ്റെർലി വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതമായിരുന്നു. കാരണം അവിടെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, +2 വരെ ഒരു സ്റ്റേറ്റ് ലെവലിൽ പഠിച്ചു വന്ന ഒരു കുട്ടിക്ക് അവിടെ പോയി, ക്രിസ്ത്യൻ കോളേജാണ്, കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കണം. മലയാളം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ ഫൈൻ അടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിൽ അതുമല്ലാതെ സബ്ജക്റ്റുകളൊക്കെ വളരെയധികം പാടായിട്ട് എനിക്ക് തോന്നി. അനാട്ടമി, ഫിസിയോളജി, ഇതെല്ലാം ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും? എനിക്ക് ഭയങ്കര അധികം പ്രയാസമായിട്ട് മാറി. എന്റെ മനസ്സ് മുന്നോട്ട് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യക്ക് പോലും ശ്രമിച്ചായിരുന്നു. അങ്ങനെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പല കൗൺസിലിങ്ങും ഒക്കെ തന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാർ വന്ന് കണ്ടു. ഇതിനിടയ്ക്ക് എന്റെ പപ്പ മരിക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരി കഷ്ടതയിലൂടെ ഞാൻ പറഞ്ഞു, എനിക്കിനി പോകാൻ വയ്യ, എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കരഞ്ഞു. പക്ഷെ അന്ന് ചർച്ചിൽ നിന്ന് എല്ലാരും വന്ന് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു, എന്റെ അമ്മയെ ഒത്തിരി കരഞ്ഞു. പക്ഷെ അതിന്റെ മുമ്പിൽ വീണ്ടും ഞാൻ തിരിച്ചു പോകാനിടയായി. കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിച്ച് വീണ്ടും പോയി. അവിടെ പോയിട്ട് ഇനി 2 പ്രാവശ്യം ആത്മഹത്യക്ക് അറ്റംപ്റ്റ് ചെയ്തു. ഇനി മൂന്നാമതൊരു അറ്റംപ്റ്റിൽ ഞാൻ പൂർണ്ണമായിട്ട് മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് വീണ്ടും കോളേജിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ 10 സബ്ജക്റ്റ് ആണ്. അപ്പൊ എല്ലാരും പറഞ്ഞു ഭയങ്കര പാടാണ്. ആകപ്പാടെ ഈ കോളേജിൽ ഫസ്റ്റ് ഇയർ ജയിക്കുന്നത് 3-4 പേരൊക്കെ 3 പേരെ ജയിക്കത്തുള്ളൂ. ബാക്കി എല്ലാരും തോറ്റു പോവുകയാണ് പതിവ്. പല കോളേജിലും റിസൾട്ട് വരുമ്പോഴത്തേനും പല പിള്ളേരും ഏറ്റവും മണ്ടയ്ക്ക് നിന്ന് എടുത്ത് ചാടി ആത്മഹത്യയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും പഠിക്കത്തില്ല, അപ്പൊ എന്തായാലും ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരും, എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്നത് പള്ളിയിലുള്ളവരാണ്. അന്നേരം ബാക്കിയുള്ള പിള്ളേരുടെ പാരന്റ്സാ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് തോറ്റാലും അവരുടെ പാരന്റ്സിനോട് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഒരുപക്ഷെ തോറ്റു കഴിഞ്ഞാൽ ഒരു സഭയുടെ മുമ്പിൽ ഫുള്ള് ഞാൻ പറയേണ്ടി വരും. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റഡി ലീവ് വന്ന സമയത്ത് എല്ലാവരുടെയും അവരുടെ പാരന്റ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ആരും വന്നില്ല. പ്രിൻസിപ്പൾ പറഞ്ഞു, നിന്നെ വിളിക്കാൻ ആരും വരത്തില്ല, നീ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അതും എന്റെ മനസ്സിനെ, ആ സമയത്ത് എന്റെ കുഞ്ഞു മനസ്സിനെ ഒത്തിരി അത് ബാധിച്ചു. അന്ന് ഞാൻ വിചാരിച്ചു, എന്തായിരുന്നാലും എല്ലാരും പോയി കഴിഞ്ഞിട്ട് മരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് കിടക്കുന്നത് തന്നെ. അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ മനസ്സിന്റെ ഭാരത്തോടു കൂടെയാണ്, എനിക്കറിയത്തില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം ആയപ്പോഴത്തേനും വീണ്ടും ഞാൻ ഒത്തിരി കരഞ്ഞു. കരഞ്ഞു കരഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ആ ദൈവം എനിക്ക് അന്ന് ഞാൻ എന്റെ ആ ബെഡിൽ കിടന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോ അവിടെ ഒരു പുസ്തകം കിടന്നു, അവിടെ ഒരു ബുക്ക് കിടന്നു. ആ ബുക്ക് ഞാനൊന്ന് എടുത്തു. എന്റെ ഉള്ളിൽ, നീ അത് എടുക്ക്. എന്റെ പല സാഹചര്യങ്ങളിലും ദൈവം എനിക്ക് എഴുത്തുകളിലൂടെ, വചനങ്ങളിലൂടെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ പുസ്തകം എടുത്തപ്പോ അത് ഒരു ഇതാ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന PG വർഗീസ് പാസ്റ്ററിന്റെ ഒരു പുസ്തകമായിരുന്നു.
പക്ഷെ അത് ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് എന്തെന്നില്ലാത്ത വിശ്വാസവും മാനസാന്തരവും ദൈവവചനത്തിലെ വിശ്വാസവും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ഭയങ്കര ഒരു വിശ്വാസം എന്നിൽ വന്നു. ഞാൻ പുസ്തകങ്ങളെല്ലാം പുസ്തകങ്ങൾ പൊതുവേ ഞാൻ പഠിക്കുന്നില്ലായിരുന്നു, മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എങ്കിലും ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നിർത്താൻ പറ്റാത്ത രീതിയിൽ പ്രാർത്ഥന. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വാഞ്ചയായിരുന്നു. ഞാനിരുന്ന് സമയങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വൈകുന്നേരം ചാപ്പലിൽ പോകും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, തിരിച്ചു വന്നാലും പ്രാർത്ഥിക്കും. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇനി തൊട്ട് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഞാൻ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എല്ലാരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രതികൂലത്തിന്റെ ആ ഒരു എക്സാമിനേഷൻ ഡേറ്റ് വന്നു. പോയ പിള്ളേരെല്ലാരും തിരിച്ചു വന്നു. അവരൊക്കെ വിചാരിച്ചത് ഞാൻ ഒത്തിരി വിഷമത്തിലായിരിക്കും, പക്ഷെ അവർ തിരിച്ചു വന്നപ്പോ കണ്ടത് ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. പലരും രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയും മാത്രമായിരുന്നു എന്റെ ജീവിതത്തിൽ പഠനത്തെക്കാൾ ഉപരി. അങ്ങനെ എക്സാം വന്നു. എല്ലാ എക്സാമും എഴുതി. എല്ലാ പിള്ളേരും എക്സാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേനും ഉടനെ പോയി ഡിസ്കസ് ചെയ്യും, എന്താ എഴുതിയത് എന്താ എഴുതിയത്. ഞാൻ പക്ഷെ അവിടെ നിൽക്കത്തില്ല. ഞാൻ ഓടും. ഞാൻ ആ ചാപ്പലിലോട്ട് ഓടിയിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ, ഞാൻ എഴുതിയ എക്സാം ഞാൻ കുഹാസിന്റെ കേരള യൂണിവേഴ്സിറ്റിയിലോട്ടല്ല ഞാൻ തരുന്നത്. ഞാൻ തരുന്നത് കർത്താവിന്റെ കയ്യിലോട്ടാണ്. എനിക്ക് ജയിക്കാനുള്ള മാർക്കേലും തന്നെ എന്നെ ജയിപ്പിക്കണേ കർത്താവേ എന്ന് ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് വീണ്ടും വരും. അങ്ങനെ 10 എക്സാമും എഴുതി കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലോട്ട് കടന്നു. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും കർത്താവിനെ അറിയാനും തുടങ്ങിയ പിന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് പുറമെ എനിക്ക് ദുഃഖമാണെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു അത് എന്റെ ആത്മാവിൽ. ആ ഒരു ബലം പരിശുദ്ധാത്മാവിന് അന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. എന്റെ ഉള്ളിലിരുന്ന് എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു. നേരത്തെ വരെ ഞാൻ വിചാരിച്ചത് അതെന്റെ ചിന്തയായിരിക്കുമെന്ന്, പക്ഷെ അല്ല. വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതാണ് പരിശുദ്ധാത്മാവെന്ന്. അത് എനിക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് എന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരാൻ തുടങ്ങി. അവസാനം സെക്കൻഡ് ഇയറിലോട്ട് കയറിയപ്പോ എല്ലാരും ഒരു ദിവസം ഹോസ്റ്റലിലേക്ക് വന്നപ്പോ പല ആൾക്കാരും എന്നെ അതിശയകരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അന്നേരം ഹോസ്റ്റലിലെ വാർഡൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ അങ്ങ് ടെൻഷൻ അടിച്ചു, ആന്റി ഇപ്പൊ തന്നെ അത് എന്നോട് പറയല്ലേ, എനിക്കറിയാം ഞാൻ ഒത്തിരി വിഷയങ്ങൾക്ക് തോക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പക്ഷെ എനിക്കിനി തോറ്റാലും എനിക്ക് വിഷമമില്ല ആന്റി. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി ആത്മഹത്യയെ പറ്റിയോ അല്ലെങ്കിൽ പിന്മാറുന്നതിനെ പറ്റിയോ ചിന്തിക്കത്തില്ല. കാരണം എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു, മോളെ, നിന്റെ ഈ വിശ്വാസമാണ് നമ്മുടെ കോളേജിന്റെ റിസൾട്ട് എല്ലാ പ്രാവശ്യവും 3 പേരാ ജയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ബാച്ചിൽ 44 പേര് എഴുതി, പക്ഷെ 4 പേര് പാസ്സായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആന്റി, ആ അപ്പൊ ആന്റി പറഞ്ഞു, പക്ഷെ ആ 4 പേരിൽ ഒരാൾ നീയാന്ന് പറഞ്ഞു. എല്ലാ വിഷയവും പാസ്സായ 4 പേരിൽ ഒരാൾ നീയാന്ന്. ഞാൻ അന്നേരം ആന്റിയോട് പറഞ്ഞു, ഞാൻ ഓടി ആ ചാപ്പലിലേക്ക് ഞാൻ ഓടിയിട്ട് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഇത്ര സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് തൊട്ട് ദൈവം എനിക്ക് ഏത് പ്രതികൂലത്തിൽ നിലനിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ അന്ന് മനസ്സിലാക്കിയതാ. ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞതാ. ആ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ പഠിച്ചു. പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാനൊരു ജോലിക്ക് കയറി. അതിനുശേഷം എന്റെ വിവാഹം കഴിഞ്ഞു. പക്ഷെ വിവാഹം കഴിഞ്ഞു. എന്റെ ഭർത്താവാണേലും ദൈവവിശ്വാസിയാണ്. ആഹ് ഞാനാണേലും ദൈവത്തെ രുചിച്ചറിഞ്ഞ ആളാണ്. പക്ഷെ എങ്കിൽ പോലും വിവാഹം കഴിഞ്ഞപ്പോ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോയി. കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പോ ഞങ്ങൾ കൂടുതലും സ്പിരിച്വലി ഉള്ള ലൈഫിനേക്കാൾ ഒരു ഭൗമികമായ ലൈഫിലോട്ട് കടന്നുപോയി. ഇപ്പം സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ പുറത്തെപ്പോഴും കറങ്ങാൻ പോവുക, അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ. പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുക എന്നുള്ളൊരു ചടങ്ങ് പോലെയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അച്ചാച്ചന്റെ പള്ളിയിലെ പാസ്റ്റർ എപ്പോഴും പറയും, നിങ്ങൾ സ്നാനപ്പെടണം. അപ്പൊ ഞാൻ അച്ചാച്ചനോട് വഴക്ക് പറയും, സ്നാനപ്പെടാനോ? ഞാൻ മർത്തോമ പള്ളിയിൽ പോകുന്നത്, ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഞാൻ മാമോദീസ എടുത്ത ആളാണ്, എനിക്ക് സ്നാനപ്പെടാനൊന്നും പറ്റത്തില്ല. അന്നേരം ആ പാസ്റ്റർ പറയും, അതല്ല മോളെ സ്നാനം, മുങ്ങി സ്നാനം എടുക്കണമെന്നുള്ള ഇത് പറയും. അപ്പൊ ഞാന് സുവിശേഷം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി കർത്താവ് മുങ്ങിയാണല്ലോ സ്നാനം എടുത്തത്. പക്ഷെ എങ്കിലും എന്റെ പുറമേയുള്ള ആ ഒരു ഇത് എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു തലവേദന വരാൻ തുടങ്ങി. തലവേദന എനിക്ക് പിന്നെ അസഹനീയമായിട്ട് തുടങ്ങി. അങ്ങനെ സ്കാനിങ് എടുത്ത സമയം പിന്നെ എന്റെ കണ്ണിന്റെ വിഷൻ പോയി. ഡബിൾ വിഷൻ പോലെ കാണുന്നതെല്ലാം രണ്ടായിട്ട് മാറി.
പിന്നെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു ന്യൂറോയുടെ നല്ലൊരു പ്രശ്നമാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോണോന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ചാച്ചൻ, അത് കല്യാണം കഴിഞ്ഞൊരു 3 മാസേ ആയിട്ടുള്ളൂ, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേനും ടെസ്റ്റ് ചെയ്തപ്പം എന്റെ തലയ്ക്കകത്തുള്ള പ്രഷർ ഒരു 500-ന് പുറത്ത് പോയി കഴിഞ്ഞു. ഇത് ഏത് നിമിഷവും വെയിൻ പൊട്ടേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ എന്തോ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തി. അങ്ങനെ എന്റെ നട്ടെല്ലിന് 4 പ്രാവശ്യം കുത്തിവെച്ച് പ്രഷർ കുറയ്ക്കുകയും അതിനുശേഷം ജീവിതത്തിലോട്ട് പയ്യെ പയ്യെയാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് ആ ദൈവദാസൻ, അച്ചാച്ചന്റെ പള്ളിയിലെ ദൈവദാസൻ കടന്നു വന്ന് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചു, നിങ്ങളെ ദൈവത്തിന് വേണം, നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം, നിങ്ങൾ സ്നാനം എടുക്കണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എന്റെ ജോലി നഷ്ടമായി, എന്നെ നോക്കാൻ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ ജോലി നഷ്ടമായി, വാടക വീട്, വീണ്ടും കടഭാരത്തിന്റെ ഒരു പ്രയാസത്തിലേക്ക് പോകുന്നത് പോലെ ആയി. ആഹ് എന്നിട്ടും സ്നാനപ്പെടാനായിട്ട് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ വിചാരം നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാനും അല്ലെങ്കിൽ ഞങ്ങളുടെ രോഗം സൗഖ്യമാകാനുമാണ് സ്നാനം എന്നുള്ളൊരു തെറ്റായ ചിന്തയിലാണ് ഞങ്ങൾ സ്നാനം എടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാനും എന്റെ അച്ചാച്ചനും സ്നാനം എടുക്കാൻ പോകുന്നു. അന്നേരം ഞങ്ങൾക്കൊരു സ്നാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കൺസീവ് ആകാനും ദൈവം ഒരു ആൺകുഞ്ഞിനെ തരാനും ഇടയായി. അങ്ങനെ ആദ്യമായിട്ട് ഈ കുഞ്ഞിനും കൂടെ വയ്യാതായി ഒരു പ്രയാസം വന്ന സമയത്താണ് ഞങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന ജീസസ് ഹിൽസ് മിനിസ്ട്രിയിൽ പോകാൻ. അവിടെ ആദ്യം ഒരു അപ്പച്ചനായിരുന്നു. അങ്ങനെ ആ അപ്പച്ചന്റെ കൈക്കീഴിലാണ് ഞാനും എന്റെ ഹസ്ബൻഡ് സ്നാനമേറ്റത്. അപ്പൊ ഞങ്ങൾ ഏൽക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരേ ഒരൊറ്റ വിചാരം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി കിട്ടും, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, രോഗമൊക്കെ മാറി, ഞങ്ങൾ ഹാപ്പി ആകുമെന്നുള്ള. അല്ലാതെ ഇതിന്റെ ആഴമായ യഥാർത്ഥ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടോ അതിന്റെ ടീച്ചിങ് കിട്ടിയോ അല്ല ഞങ്ങൾ സ്നാനം എടുക്കാൻ പോയത്. ഫാമിലിയിലുള്ളവരാണേലും പറഞ്ഞ നിങ്ങൾ സ്നാനം എടുത്താൽ നിങ്ങൾക്ക് എല്ലാം മാറും എന്നുള്ള രീതിയാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും അങ്ങനെയുള്ള ഒരു ടീച്ചിങ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇപ്പോഴും. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളത് ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. പക്ഷെ ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു. സ്നാനപ്പെട്ട് വീണ്ടും ഞാൻ ശ്രീചിത്രയിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതി, ന്യൂറോളജിയുടെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി. ആ എൻട്രൻസ് എക്സാം ഞാൻ പാസ്സായി. ആ സമയത്താണ് എന്റെ ഹസ്ബൻഡിന് എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒരു പ്രയാസം പോലെ തോന്നി. ആൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, പിന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, യൂറിനിൽ കണ്ടമാനം പതഞ്ഞു പോകുന്ന ഒരവസ്ഥ. പിന്നെ കുഞ്ഞിന്റെ 1 വയസ്സ് കഴിഞ്ഞ്, എന്നിട്ട് പുള്ളി ആ വിഷമങ്ങളെല്ലാം കൊണ്ട് നടന്നു. കാരണം എന്തോ ഒരു മാരക രോഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പുള്ളി ആ രോഗം എല്ലാം ഇങ്ങനെ കൊണ്ട് നടന്നു. പക്ഷെ കുഞ്ഞിന്റെ 1 വയസ്സിന്റെ ബർത്ത്ഡേയുടെ അന്ന് എന്റെ അടുത്ത് നിൽക്കുന്ന അച്ചാച്ചന്റെ ഭാഗത്ത് നിന്ന് യൂറിന്റെ സ്മെല്ല് വരാൻ തുടങ്ങി. ആളുടെ വേർപ്പ് ആ ഒരു യൂറിന്റെ സ്മെല്ലായിട്ട് വരാൻ തുടങ്ങി. ആ സമയത്ത് മനസ്സിലായി ഇത് എന്തോ വലിയൊരു പ്രശ്നമാണ്, കിഡ്നിക്ക് എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ നമ്മൾ പോയി കണ്ടുപിടിക്കുന്ന സമയത്താണ് ക്രിയാറ്റിൻ ഏറ്റവും വലിയ ലെവലിൽ കൂടാനും യൂറിയ കൂടുവാനും ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ആണ്, അതായത് എൻഡ് ലൈഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ട്രീറ്റ്മെന്റും ചെയ്യാൻ പറ്റത്തില്ല, ആകെയുള്ളത് ഡയാലിസിസ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോ ജീവിതത്തില് സ്നാനപ്പെട്ട് കഴിയുമ്പോ ദൈവം നമുക്ക് പുതിയ വഴികളും ജോലികളും തുറന്നു തരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത് വീണ്ടും ഒരു വലിയ കഷ്ടതയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ. അതായത് ഇനി എന്ത് ചെയ്യും? കാരണം കർത്താവിനോട് രാത്രികളിൽ ഇരുന്ന് അച്ചാച്ചന്റെ നടുവിന് ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവ് ഈ കിഡ്നി കർത്താവ് സൗഖ്യം കൊടുക്കണം കർത്താവ്. പക്ഷെ ഞാൻ ഒരിക്കലും അന്നാണ് ഞാൻ വീണ്ടും എന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനയെ ഓർത്തത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തോരം പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലല്ലോ. കർത്താവ് ഓർമ്മിപ്പിച്ചു തന്നു, നീ എന്തുമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു, നിന്റെ ജീവിതം ഇപ്പൊ എങ്ങനെയാണ്. അന്ന് മുതൽ രാത്രിയൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എങ്കിലും ഡയാലിസിസ് ചെയ്യാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്റ്റിനെയാണ് കൂടുതൽ നോക്കിയത്. എങ്കിലും ഞങ്ങള് 62ഓളം ഡയാലിസിസ് എന്റെ ഹസ്ബൻഡിന് എടുക്കേണ്ടി വന്നു. SK ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായിട്ട്. ഞാൻ അവിടെ ഡയാലിസിസിന് പോയിരിക്കുമ്പോ പുറത്ത് എന്റെ കൂടെ കുറെ അമ്മച്ചിമാരൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അവിടെ വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന ഞാനായിരിക്കും. ഈ അമ്മച്ചിമാരൊക്കെ പറയും, ദൈവമേ ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഒത്തിരി നല്ല വയസ്സായി, അവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ കുഞ്ഞിന്റെ ഹസ്ബൻഡ് 32 വയസ്സേ ഉള്ളൂ, ഈ കുഞ്ഞിന് തിരിച്ചു കൊടുക്കണേ ദൈവമേ, ആ കുഞ്ഞിന്റെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കണേ എന്നൊക്കെ അവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്കങ്ങ് വിഷമമാകുമായിരുന്നു. ഞാൻ ആ സമയത്തിരുന്ന് ബൈബിള്, പുറത്തിരിക്കുന്ന 4.5 മണിക്കൂറായി ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പുറത്തിരുന്നിട്ട് ബൈബിള് വായിക്കുകയും ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ കുറെ
ബുക്സുകളുണ്ട്, അതിരുന്ന് വായിക്കുകയും ഒക്കെ ഞാൻ ചെയ്യും. അപ്പൊ അതിരുന്ന് പരിശുദ്ധാത്മാവ്, അപ്പൊ എനിക്കറിയാതെ തന്നെ ഉള്ളിൽ ഞാൻ വീണ്ടും വായിക്കാനും പഠിക്കാനും കർത്താവിനെ കൂടുതൽ അറിയുവാനും ഒക്കെ വീണ്ടും ഞാൻ സമയം കണ്ടെത്തി. പക്ഷെ ആ 4.5 മണിക്കൂർ ബാക്കി ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും പ്രയാസമാണ്. പക്ഷെ അച്ചാച്ചൻ ഇറങ്ങുമ്പോ പറയാം, ആ 4.5 മണിക്കൂർ ഞാനും ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പുറത്തിരുന്ന് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ കർത്താവിനറിയാം ഇങ്ങനെ ഒരു സാഹചര്യം കൊടുത്താലേ ഞാനൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ, പക്ഷെ ഡയാലിസിസ് 62ഓളം ഡയാലിസിസ് എടുത്തപ്പോ ആളുടെ HB കുറഞ്ഞു. ആള് പിന്നെ മുന്നോട്ട് ഇനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു മുന്നോട്ട് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ലിജുവിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന, മോളെ അവൻ ഒരുപക്ഷെ പോയാലും നീ വിഷമിക്കരുത്, നിനക്ക് ദൈവം നടത്തും എന്നുള്ള രീതിയിൽ വരെ പറയാൻ തുടങ്ങി. അതായത് അച്ചാച്ചൻ മരിക്കും, ഞാന് എന്തെങ്കിലുമൊക്കെ മനസ്സിന് ധൈര്യം വേണമെന്നുള്ള രീതിയിൽ. അന്ന് എന്റെ കുഞ്ഞിന് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരുപക്ഷെ ലിജുവിന് രക്ഷപ്പെടാം. അക്കൗണ്ടിൽ 10 രൂപ പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ 20 ലക്ഷത്തിന്റെ ഒരു വലിയ പ്രൊസീജിയറിലോട്ട് കടക്കുന്നത്. പക്ഷെ എന്നായിരുന്നാലും തിരിച്ചു വന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കാരണം രാത്രി അച്ചാച്ചൻ ഉറങ്ങത്തില്ല, ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. കാരണം ലങ്സിലെല്ലാം വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആളെ കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ചൂടും തണുപ്പും അല്ലാത്ത കുറെ അവസ്ഥകള്. പുള്ളി അങ്ങ് ഞാനങ്ങ് വിചാരിക്കും, ദൈവമേ കർത്താവ് എന്തെങ്കിലും പറ്റിപ്പോവോന്ന്. രാത്രികളിൽ ഉറക്കമില്ല, കിടന്ന് കരയുമായിരുന്നു ഞാൻ. എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് പ്രയാസപ്പെട്ട കുറെ ദിവസങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഹ് അച്ചാച്ചന്റെ കൂട്ടുകാരും പിന്നെ ഞങ്ങൾ സഭയിൽ ഞങ്ങളുടെ പാസ്റ്ററുമായിട്ടും കൂടെ ചിന്തിച്ചിട്ട് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു. എന്തായിരുന്നാലും ഇത്രയും പ്രയാസപ്പെട്ടു, ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ചെയ്യാമെന്ന്. പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപ, 10 രൂപ പോലും ഇല്ലാതിരുന്ന ഞങ്ങളുടെ മധ്യേ, എനിക്കറിയത്തില്ല ഇപ്പോഴും, ഞാൻ വർക്ക് ചെയ്ത ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്നാണേലും അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിൽ നിന്നാണേലും അച്ചാച്ചന്റെ ഒത്തിരി ഫ്രണ്ട്സ്, അവരെല്ലാരും കൂടെ ചേർന്ന് വളരെ ഒരു ക്യാഷ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ അച്ചാച്ചന്റെ സർജറി SCT ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഇടയാവുകയും ചെയ്തു. പക്ഷെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഈ കിഡ്നി ആര് കൊടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിന് മുൻപിലും ഇവിടുത്തെ അച്ചാച്ചന്റെ പപ്പ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, പക്ഷെ എന്റെ കിഡ്നി എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മകന് വേണ്ടി ഞാൻ കിഡ്നി തരാന്ന് പറഞ്ഞു. അങ്ങനെ പപ്പയുടെ കിഡ്നിയുടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോ അമൃതയിലായിരുന്നു ഫൈനൽ ആയിട്ടുള്ള ക്രോസ് മാച്ചിങ് നടന്നത്. അവിടുത്തെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇവരുടെ കിഡ്നി തമ്മിൽ 6/6 മാച്ച് ആണ്. കാരണം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണെന്നാ പറഞ്ഞത്, വെച്ച് കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞു. ആ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇവര് രണ്ടുപേരും രാവിലെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. കാരണം പല ഹിസ്റ്ററിയും കേട്ടിട്ടുണ്ട്, വെച്ച് കഴിഞ്ഞാൽ റിജക്റ്റ് ആയി പോകുന്നതും പിന്നെയും ഡയാലിസിസിലോട്ട് പോകുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്കറിയാം. അതിന്റെയൊക്കെ പ്രയാസം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ സർജറി കഴിഞ്ഞ ഉടനെ ഡോക്ടർ വിളിച്ചു, മോളെ ഈ കിഡ്നിയുടെ ഈ വെച്ചതിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, കാരണം ഇതൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ ഇത്രയും കേസസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു പെർഫെക്റ്റ് കേസ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ അപ്പന്റെ കിഡ്നി എടുത്ത് ഈ മകന്റെ ശരീരത്തിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ റീനൽ ആർട്ടറി നമ്മൾ കണക്ട് ചെയ്തപ്പോ തന്നെ ഫസ്റ്റ് അവറിൽ തന്നെ 400ഓളം യൂറിൻ ഔട്ട്പുട്ട് ആയത്. അത്രയ്ക്ക് പെട്ടെന്ന് യൂറിൻ വരാൻ തുടങ്ങിയത്. കാരണം ആ അച്ചാച്ചന്റെ ശരീരത്തിലുള്ള കിഡ്നി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയായിരുന്നു. ആ വീഡിയോ സഹിതം കാണിച്ചു. ഞാൻ അന്നേരം ഓടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ എല്ലാം പ്രവർത്തിച്ച ദൈവത്തിന്റെ കരമാണ്. നമ്മളെ നടത്തുന്ന പ്രതികൂലങ്ങൾക്ക് മധ്യേ നടത്തുന്ന ഒരു ദൈവത്തെ അറിയാനായിട്ട്, അല്ലാതെ ഭൗമിക നന്മകൾ തരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. അതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നടത്തുന്നത് പ്രതികൂലത്തിന്റെ കഷ്ടത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി, നമ്മൾ എപ്പോ നമ്മുടെ ജീവനെ ഒരു വിലയും ഇല്ലാതെ കണ്ട് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അറിഞ്ഞ ദിവസമാണ്. പക്ഷെ എങ്കിലും മുന്നോട്ട് പോയപ്പോഴത്തേനും ഞാൻ ശ്രീചിത്രയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ജോലിക്ക് സ്റ്റാഫായിട്ട് കയറിയ സമയത്ത് 2021 കഴിഞ്ഞ് 2021 കഴിഞ്ഞ് 22ലോട്ട് കയറുന്ന സമയത്ത് വീണ്ടും പ്രതികൂലം തന്നെയായിരുന്നു. എന്റെ ഹസ്ബൻഡ് സ്ട്രോക്കിലേക്ക് പോയി. ആളുടെ വലത്തെ കൈയും കാലും മുഴുവനായിട്ട് പാരലൈസ്ഡ് ആയി പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഒരു ഭാര്യ എന്ന നിലയ്ക്കുള്ള നമ്മുടെയൊക്കെ ആ ഒരു അവസ്ഥ. കാരണം ഇത്രയും കഷ്ടത. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നു, ഇന്നത്തെ പല വിവാഹ ജീവിതങ്ങളും അവര് മാറിപ്പോവുകയാണ്. പക്ഷെ ഒരു കഷ്ടത വരും. പക്ഷെ അങ്ങനെ അല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിത പങ്കാളി. പക്ഷെ അവരുടെ ആരോഗ്യത്തില് അനാരോഗ്യത്തില് നമ്മൾ കൂടെ നിൽക്കണം എന്നതാണ്.
അത് ഇപ്പോഴും പലരും അങ്ങനെ ചെയ്യാതെ ഞാൻ തന്നെ ഡയാലിസിസും സ്ട്രോക്കും വന്ന ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പലരും ഉപേക്ഷിക്കപ്പെട്ടു പോയവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് കഴിയുന്നതും ദൈവത്തിന്റെ കൃപയാണ്, അല്ലാതെ അതും നമ്മുടെ കഴിവല്ല. ആ വ്യക്തിയുടെ കൂടെ ആ സമയത്ത് നിൽക്കാൻ കഴിയുന്നതും ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ ഹൃദയത്തെ അത്രത്തോളം മോൾഡ് ചെയ്ത് നിർത്തുന്നത് കർത്താവിന്റെ കൃപയാണ്. ഈ കയ്യും കാലും പാരലൈസ് ആകുന്ന സമയത്ത് ഞാൻ ചിത്രയിൽ തന്നെ വർക്ക് ചെയ്യുവാണ്. അന്ന് രാത്രി ഒത്തിരി ഭാരപ്പെട്ട് 2 മണിക്കൊക്കെ ഞങ്ങളുടെ പാസ്റ്ററും ഞങ്ങളും എല്ലാം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നു, അവിടെ ആരും എടുക്കുന്നില്ല. പിന്നെ ചിത്രയിലോട്ട് ഒരുവിധം ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ ആളുടെ കൈയും കാലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓ, ഞാൻ വീണ്ടും പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, മെമ്മറി ചെറുതായിട്ട് ലോസ് ആയ ഒരു അവസ്ഥ ഉണ്ടായി. മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ടു, അവിടെ ICU കയറ്റി. വീണ്ടും എനിക്ക് അറിയത്തില്ല കർത്താവെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശോധനയുടെ മേൽ ശോധന എന്നുള്ള രീതിയിൽ എന്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് പൊട്ടി. ഞാൻ അന്ന് അച്ചാച്ചനെ ICU ആക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഹൃദയം തകർന്നാ ഞാൻ വരുന്നത്. വന്ന് വീട്ടിലോട്ട് കയറിയപ്പോ എന്റെ മോനാണെങ്കിൽ അപ്പോഴവന് 3, 3.5, 4 വയസ്സായിട്ടുണ്ട്. അവ ആ വരാന്തയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു, അപ്പേനെയും കാത്ത് കിടക്കുവാണ്. പക്ഷെ അപ്പൻ ICU. അപ്പം ഞാൻ വരുന്നതും കാത്തിരുന്നിട്ട് അവൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ കയറി വന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാന് കയറി വന്നിട്ട് എന്നെ കാത്തിരുന്നിട്ട് കാണാതെ ഉറങ്ങിപ്പോയതല്ലേ കുഞ്ഞ്. അപ്പൊ ഞാൻ കുറച്ചു നേരം അവന്റെ അടുത്ത് ഇരുന്ന സമയത്ത് കുഞ്ഞമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെ ഇത്രയും വേദനകളൊക്കെ സഹിക്കാൻ പറ്റുന്നു, എനിക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അങ്ങ് കരഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും കരഞ്ഞില്ല. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞു, ഇതെല്ലാം സഹിക്കാനുള്ള, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കഷ്ടതയും ദൈവം തരത്തില്ല. എനിക്കിത് സഹിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവം ഇത് തന്നത്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടുന്നില്ല. പക്ഷെ പുള്ളിക്കാരി പോയി. പുള്ളിക്കാരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞില്ലെങ്കിലും എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മുറിക്കകത്ത് കയറി കതകടച്ച് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാനൊരു ഒരു ദർശനം പോലെയാണോ എന്ന് എനിക്ക് അറിയില്ലേ, പക്ഷെ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു. എന്റെ ആ ഒരു കഷ്ടതയുടെ നടുവിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞൊരു ശബ്ദമാണ്, ഞാൻ ക്രൂശിക്കപ്പെട്ട് എന്റെ കൈകാലുകള് ആണിയിൽ അടിക്കപ്പെട്ടു. എന്റെ കൈയും എന്റെ കാലും അനങ്ങാതെ, അത് എനിക്ക് അനക്കാൻ കഴിയാതെ ഞാൻ ആ ക്രൂശിൽ കിടന്ന സമയത്തും 3-ാം ദിവസം ഞാൻ അതെല്ലാം ഛേദിച്ചു കൊണ്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഭർത്താവ് എഴുന്നേൽക്കുമെന്ന് വരും. എനിക്ക് പ്രാർത്ഥിച്ചപ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബലം കിട്ടി. അതൊരു എന്റെ പ്രയാസം അങ്ങ് മാറി. എന്റെ ഭർത്താവ് എഴുന്നേൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എവിടെ കിട്ടി. അതെന്റെ കർത്താവ് തന്നെയാണ് തന്നതെന്നുള്ള ഉറപ്പോട് കൂടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ ഈ റോഡിൽ കൂടെ, പ്ലാമൂട് റോഡുണ്ട്, റോഡ് വഴി നടന്നു വേണം ബസ് സ്റ്റോപ്പിൽ എത്താൻ. അപ്പൊ ഞാൻ ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഇന്നും പോയി പാരലൈസ്ഡ് ആയിട്ട് ബെഡിൽ കിടക്കുന്ന അച്ചാച്ചനെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കണം, ഒരു കുഴപ്പവുമില്ല, കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് സന്തോഷത്തോടെ പറയണം എന്ന് ഭയങ്കര ഇതിൽ പോകുമ്പോഴും എന്റെ ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വഴിയിൽ ഒരു പേപ്പർ കിടക്കുവാണ്. അപ്പൊ എന്റെ മനസ്സിൽ നീ ആ പേപ്പർ എടുക്കുന്ന ഭയങ്കര, പക്ഷെ അത് ആരാണ്ട് മുറുക്കാനൊക്കെ ചവച്ച് തുപ്പിയിട്ടതും അങ്ങനെ വേസ്റ്റിൽ കിടക്കുന്ന ഒരു പേപ്പറാ. അപ്പൊ എനിക്കത് എടുക്കാനായിട്ട് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, ആൾക്കാർ നോക്കത്തില്ലേ. പക്ഷെ എന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ആത്മപ്രേരണ, നീ അത് എടുക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് എടുത്തു. ഞാൻ അത് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യരും തരാത്ത പ്രത്യാശയാണ് എനിക്ക് അന്ന് ആ ഒരു വാക്കിൽ കിട്ടിയത്. ആ ഒരു പേപ്പറിനകത്ത് പ്രത്യാശയോടെ ജീവിക്കുക. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച ഒരു കാര്യം. എനിക്ക് പാസ്റ്റർ ഞാനൊരു 5 മിനിറ്റും കൂടെ എടുത്തോട്ടെ, സമയം? ആ ഓക്കെ. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരു പ്രസംഗിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കടന്നു ചെന്ന സമയത്ത് ഓലയൊക്കെ മേഞ്ഞ സ്റ്റേജുകളായിരുന്നു അന്ന്. അപ്പൊ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത്, എന്നാൽ സകല നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ വിഷയത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഒരു ശിഷ്യൻ അവിടെ കടന്നു വന്നിട്ട് ഒരു പേപ്പറിൽ ഒരു കാര്യം കൊടുത്തു. അതിൽ ഇപ്രകാരമാണ് എഴുതിയത്, ഉപദേശി എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തണം, ഉപദേശിയുടെ മകൻ മരിച്ചുപോയി. പക്ഷെ ഉപദേശി ആ പേപ്പർ വീണ്ടും മടക്കി പോക്കറ്റിൽ ഇട്ടിട്ട് വീണ്ടും വചനം പറയാൻ തുടങ്ങി. എന്നാൽ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് സകലതും
നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുമെന്ന് ഒന്നുകൂടി ആ വചനത്തെ ഉറപ്പിച്ച്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ മകൻ മരിച്ച പേപ്പറാണ് ഇരിക്കുന്നതെങ്കിലും വീണ്ടും കർത്താവിന്റെ നാമം അതിധൈര്യത്തോടുകൂടെ സകലവും നന്മയ്ക്കായിട്ട് തന്നെ കൂടി വ്യാപരിക്കുമെന്ന് വീണ്ടും പ്രസംഗിക്കുവാണ്. എന്നിട്ട് പക്ഷെ ആ ഉപദേശം നിർത്തിയിട്ട് പറഞ്ഞ് തന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ട് താൻ പോകുന്ന വഴിയിലൂടെ മനസ്സുകൊണ്ട് ഭാരപ്പെട്ടാ പോകുന്ന. കർത്താവ്, എന്റെ മകൻ മരിച്ചു പോയല്ലോ എന്നുള്ള ഭാരത്താലാണ് പോകുന്നത്. വഴിയില് സാത്താൻ പല ചിന്തകളും കൊണ്ടുവന്നു. നീ ഇത്രയും ദൈവത്തെ പ്രസംഗിച്ചിട്ട് നിന്റെ ജീവിതം കണ്ടില്ലേ? നിന്റെ മകൻ, നിനക്ക് ആകെ ഉണ്ടായിരുന്ന മകൻ നശിച്ചില്ലേ? അവൻ ഈ ലോകത്തുനിന്ന് പോയില്ലേ? ഇനിയും നീ ദൈവത്തെ, ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നപ്പോ അദ്ദേഹം വീണ്ടും എതിർത്ത് പ്രാർത്ഥിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആളുകളെല്ലാം കൂടി നിൽക്കുവാണ്. ആ ആൾക്കാരെ എല്ലാം കൂട്ടത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ആ ഓലപ്പായിൽ കിടത്തിയിരിക്കുന്ന മകനെ കണ്ടു. ആ മകനെ തന്റെ രണ്ട് കൈയിലേക്കും ചേർത്ത് പിടിച്ചിട്ട് ആ അപ്പൻ ആകാശത്ത് നോക്കി പാടിയ പാട്ടാണ്, ദോഷമായിട്ടൊന്നും തന്നെ എന്റെ താതൻ ചെയ്യുകയില്ല. എന്റെ കർത്താവ് എന്നെ അടിച്ചാലും ആ കർത്താവ് എന്നെ സ്നേഹിക്കും. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാലും എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ദാസൻ തന്റെ മകന് നഷ്ടപ്പെട്ടപ്പോഴും, ജീവൻ നഷ്ടപ്പെട്ടാലും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പ്രത്യാശ, കാരണം എന്റെ മകൻ ഇന്ന് മരിച്ചാലും അവൻ കർത്താവിന്റെ സന്നിധിയിൽ എത്തും, അവൻ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ്. പക്ഷെ ഇന്ന് പലർക്കും പ്രത്യാശയ്ക്കാണ് ഭംഗം വന്നിരിക്കുന്നത്. പ്രത്യാശ ഇന്ന് ആർക്കും ഇല്ല. പക്ഷെ ആ പ്രത്യാശയേക്കാൾ ഉപരി ഭൗമിക നന്മയെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഞങ്ങൾക്ക് ഈ അറിവ് നൽകിയത് കർത്താവ് അനുഭവങ്ങളിലൂടെയാ, കഷ്ടതകളിലൂടെയാ. ഞാൻ ഈ പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ എന്നെ ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ എന്നെ എത്ര ആൾക്കാർ എന്നോട് സമാധാനം പ്രകടിപ്പിച്ചാലും നല്ല വാക്ക് പറഞ്ഞാലും ഒരുപക്ഷെ എനിക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ ആ പേപ്പറിലൂടെ കർത്താവ് എനിക്ക് തന്ന പ്രത്യാശ വലുതാണ്. കാരണം മരണം എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മരണത്തെ കവിഞ്ഞാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യാശയുള്ള ഒരു ജീവിതം. നമ്മുടെ ക്ഷണികമാണ് ഈ ലോകത്ത്. നമ്മൾ 60 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് ക്രിസ്തുവിലൂടെ. ആ ക്രിസ്തുവിന്റെ അടുത്ത് എത്തിച്ചെല്ലണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ, നീതിയോടുകൂടെ ജീവിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ കർത്താവ് അതിനുശേഷം എന്റെ ഹസ്ബൻഡ് ഡിസ്ചാർജ് ആയി. പക്ഷെ ഡിസ്ചാർജ് ആയ സമയത്ത് കയ്യും കാലും പൂർണ്ണമായിട്ട് ശരിയായില്ല. അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ട് തന്നെയാണ് വീട്ടിലേക്ക് കടന്നു വന്നത്. പക്ഷെ വീട്ടിലേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ശ്രീചിത്രയിലെ ജോലി റിസൈൻ ചെയ്താണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ കയ്യും കാലും തളർന്നിരിക്കുന്ന ആളെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാനും ജോലി റിസൈൻ ചെയ്താണ് വരുന്നത്. കണ്ണുനീരോടെ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാ വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്നുള്ളത് ഞാൻ പറയുക. ഈ ഡോറ് തുറന്ന്, അവിടെ നിന്ന് വരെ വീൽ ചെയറിൽ ആൾക്കാരെ എടുത്തിരുത്തിയ ആളാണ്. പക്ഷെ ഈ ഡോറ് തുറന്ന് രണ്ടുപേരുടെ സപ്പോർട്ടോട് കൂടെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോ അതുവരെ നടക്കാത്ത എന്റെ അച്ചാച്ചൻ കാലെടുത്ത് നടന്ന് പതിയെ ഊന്നിയാണ് ഞങ്ങളുടെ വീടിനകത്തോട്ട് കയറിയത്. ഞങ്ങൾ അവിടെ വെച്ച് ദൈവത്തെ സ്തുതിച്ച്, കർത്താവ് എത്ര വലിയവനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നാലും കുളിപ്പിക്കാനും എല്ലാം ഒരു സപ്പോർട്ട് വേണമായിരുന്നു ഹസ്ബൻഡിന്. പക്ഷെ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് അച്ചാച്ചൻ എന്നോട് പറയും, അലിസ്, നീ ഒരാഴ്ചയും കൂടെ എന്നെ കുളിപ്പിച്ചാൽ മതി, ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് കുളിക്കും. കാരണം പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി പറയുന്നുണ്ട്, ഇതെല്ലാം കർത്താവ് അനുവദിച്ചതാണ്, കർത്താവ് ഇതിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കും. ഞാന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് പാചകം ഒരു അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ബാക്കിൽ ഒരാൾ വന്ന് നിൽക്കുമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അച്ചാച്ചൻ, അതായത് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ നടന്ന് എന്റെ പുറകെ വന്ന് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് സുനിൽ പാസ്റ്ററിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പൂനെയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു പ്രയർ വെച്ചായിരുന്നു. ആ പ്രയറിന്റെ സമയത്താണ് അന്ന് രാവിലെ, പക്ഷെ പ്രയർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് രാവിലെ ഞാനും എന്റെ ഭർത്താവും ആ പള്ളിയിൽ പോയത് ഞങ്ങളെ തന്നെ സമർപ്പിച്ച്, അതായത് ദൈവവേലക്കായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാനായിട്ട് വരുന്ന സമയത്താണ് അന്ന് സുനിൽ പാസ്റ്ററിനെ ഞങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് സുനിൽ പാസ്റ്റർ. എന്നിട്ട് അപ്പൊ പാസ്റ്ററിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളിങ്ങനെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പാസ്റ്ററിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, വൈകിട്ട് എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞങ്ങൾ കടന്നുപോയി. അത് വലിയ അനുഗ്രഹമായിരുന്നു.
പിന്നെ സുനിൽ പാസ്റ്റർ ജീവിതവും ആ ഒരു പ്രശ്നങ്ങളും എനിക്കൊന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം അത് വലിയൊരു അനുഭവവും പ്രതികൂലത്തിന്റെ തീച്ചുളയിലൂടെ പോയിട്ട് ഇന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളുടെ സഭയായിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു സുനിൽ പാസ്റ്റർ. ശരിക്കും പാസ്റ്റർ ഒരു ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആളല്ല, ഞങ്ങളുടെ സഭയിൽ തന്നെ ഉള്ള ഒരു ആളായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോ അന്ന് പാസ്റ്ററെ കാണാനും ആ ദൈവ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഇടയായി. പക്ഷെ എങ്കിലും ഉപജീവന മാർഗം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. കാരണം ഹസ്ബൻഡിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് നൈറ്റ് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് സൺഡേ പള്ളിയിൽ പോകണം. ആ ഒരു രീതിയിൽ ദൈവം എനിക്കൊരു ജോലി തന്നു. ഒരു നല്ലൊരു ഉയർന്ന പോസ്റ്റ് തന്നെയാണ് എനിക്ക് ദൈവം തന്നത്. അതും എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ മാത്രം. നമ്മുടെ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനായ ദൈവമാണ്. കുറച്ച് 5 മിനിറ്റ് കൂടുതൽ എടുത്തതിന് എന്നോട് ക്ഷമിക്കണം. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറ്റി പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രയേക്ക് ദൈവം ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവസാനം പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ ലോകത്ത് സത്യദൈവം, അത് ക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി വലിയ വീണ്ടെടുപ്പ് വില തന്ന നമ്മുടെ നല്ല ദൈവം. ആ ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും നമ്മൾ ആ ദൈവത്തിന്റെ നാമം ഉയർത്തുവാനും പ്രത്യാശ വെച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും ദൈവമക്കളെ എല്ലാരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ ജീവിതം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒത്തിരി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. ഈ ഒരു അവസരം തന്ന പ്രിയ ദേവദാസനോടും കുടുംബത്തോടും ഉള്ള നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസി പോയതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കേട്ടല്ലോ. കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറഞ്ഞെങ്കിൽ തന്നെ എത്ര സന്തോഷവും എത്ര ആനന്ദവും, കർത്താവിലുള്ള സന്തോഷവും ആ പ്രത്യാശയും വിശ്വാസവും ഒക്കെ നമുക്ക് കാണുന്നതിന് സാധിച്ചല്ലോ. പ്രിയമുള്ളവരെ, ആ സഹോദരി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് ആദ്യം മുതൽ തന്നെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ കോളേജിൽ പഠിക്കാനായിട്ട് ഇവിടെ കറ്റാനത്ത് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ആഗ്രഹിച്ചു, അങ്ങനെ പോയി അവിടെ പഠിച്ചു. എന്നാൽ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ കോഴ്സൊക്കെ ബുദ്ധിമുട്ട് ആയപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യം വരെ ചിന്തിച്ചു എന്ന് നമ്മൾ കേട്ടല്ലോ. പ്രിയമുള്ളവർ, ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് മക്കൾ ഉള്ളവർ, നമ്മുടെ മക്കൾ ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കൾ പക്ഷെ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. മാതാപിതാക്കൾ ആയിരിക്കും അവരെന്താ കുഴപ്പം, എല്ലാം ഉണ്ടല്ലോ. പക്ഷെ അവർ പോകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നീട് നമ്മൾ കേട്ടല്ലോ, എന്നാൽ സ്നാനപ്പെടാമെന്ന് വിചാരിച്ചു, അപ്പം കുറച്ചുകൂടെ ജീവിതത്തിലൊക്കെ നന്മയുണ്ടാകുമല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ഉപവാസം എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലെ ഉപവാസം എടുക്കുന്നതും ഈവൻ സ്നാനപ്പെടുന്നതും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത്തിന് വേണ്ടി ആയിരിക്കരുതെന്നുള്ളതാണ് സത്യം. പലരും നമ്മളിൽ പലരും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടി, അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉപവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ, അത് നിരാഹാര സത്യാഗ്രഹമാണ്. കാര്യം സാധിക്കാൻ നമുക്കറിയാം, മഹാത്മാഗാന്ധിയൊക്കെ ബ്രിട്ടീഷുകാരുടെ അടുത്തു നിന്ന് ഓരോ കാര്യങ്ങൾ സാധിക്കാനായിട്ടല്ല അവരെ ഇവിടുന്ന് മറ്റായിട്ട് നിരാഹാര സത്യാഗ്രഹം ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതും കർത്താവിനോട് അടുത്ത് ജീവിക്കാനാണ്. നമ്മൾ ഉപവസിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളൊക്കെ അത് മാറ്റി, നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഉള്ളത് മാറ്റി ആത്മീകമായിട്ട് വർധന പ്രാപിക്കുന്നതിന്, കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സ്നാനപ്പെടുകയും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കർത്താവിൻ്റെ ആ മകൾ പറഞ്ഞല്ലോ, ഏതെല്ലാം കഷ്ടപ്പാടുകളിലോ പോയി ജീവിതമൊക്കെ പച്ച പിടിച്ചു, എന്നാൽ ഇനി സമാധാനത്തോടെ ഇരിക്കാം എന്ന് ഞാൻ 1-2 വാചകങ്ങളോ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ ബിജോ വർഗീസ് പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതാണ്. ജീവിതം പച്ച പിടിച്ചു, ഇനി സമാധാനത്തോടെ ഇരിക്കാം, ജീവിതമൊക്കെ രസിക്കാം, ആസ്വദിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് എന്തെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള, സ്വപ്നത്തിൽ പോലും വിചാരിക്കാതായിട്ടുള്ള അപകടങ്ങളും ആപത്തുകളും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും എന്തെല്ലാമാണ് വരുന്നത്. പ്രിയമുള്ളവർ, അതിനാൽ ആ സാഹചര്യത്തിലൊക്കെ ആ പ്രതികൂല സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ കൈവിടാത്തവനായി കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രത്യാശ. സാഹചര്യങ്ങളൊക്കെ മാറും, ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇന്ന് കേട്ടതായിട്ടുള്ള ഈ സാക്ഷ്യം നമുക്കെല്ലാവർക്കും എത്ര പ്രത്യാശ നൽകുന്നതായ, നിങ്ങൾ ആരെങ്കിലും വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, നിരാശയിലൂടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു
മറുപടിയായിട്ടാണ് നമുക്ക് ഇന്ന് ഈ സാക്ഷ്യം ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് കാണിക്കുന്നതായ ആ പാതയിലേക്ക് പോയി ശക്തമായി കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്നതിന് കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈൻ്റെ പേരിലുള്ള സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.